ബോക്സ് ഓഫീസിലെ തമ്പുരാനാണ് മോഹൻലാൽ എന്നതിൽ മലയാള സിനിമയിൽ ഒരു തർക്കവും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഓരോ വർഷം കഴിയുന്തോറും തൻ്റെ ആ കസേര വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാണ് മോഹൻലാൽ. ഈ കഴിഞ്ഞ വർഷം ഒരു വർഷം മാത്രം എടുത്താൽ കോടിക്കടലിലേക്ക് അതിവേഗമാണ് ഓരോ മോഹൻലാൽ ചിത്രം ഓടിക്കയറുന്നത്. 50 കോടി, 100 കോടി എന്ന് വേണ്ട 200 കോടി പോലും മോഹൻലാൽ ചിത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണ കാര്യമായി മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ 14 മാസത്തെ കണക്ക് മാത്രമെടുത്താൽ വെറും 4 സിനിമകൾ കൊണ്ട് 800 കോടിക്ക് മുകളിലാണ് മോഹൻലാൽ ബോക്സ് ഓഫീസിൽ നിന്ന് വാരിയെടുത്തത്. 2025 മാർച്ചിൽ പുറത്തിറങ്ങിയ എമ്പുരാനിന് പിന്നാലെ ഏപ്രിലെത്തിയ തുടരും, ഓണം റിലീസായി എത്തിയ ഹൃദയപൂർവ്വം, 2026 മെയ് 21 എത്തിയ ദൃശ്യം 3, ഈ സിനിമകളിലൂടെയാണ് മോഹൻലാൽ മറ്റ് അനവധി റെക്കോർഡുകൾക്കൊപ്പം 800 കോടി എന്ന മാജിക് നമ്പറും കേരളത്തിന് സമ്മാനിച്ചത്. എമ്പുരാൻ 266 കോടിയാണ് ആഗോള കളക്ഷൻ നേടിയത്. തുടരും 234 കോടിയും, ഹൃദയപൂർവ്വം 75 കോടിയും സ്വന്തമാക്കി. ഇപ്പോൾ തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടർന്ന ദൃശ്യം 3 ഇതിനോടകം 233 കോടി നേടിക്കഴിഞ്ഞു. റിലീസ് ചെയ്ത് രണ്ടാഴ്ച പിന്നിടുമ്പോഴും ചിത്രം മികച്ച തിയേറ്റർ ഒക്കുപ്പൻസിയാണ് നേടുന്നത്. അണിയറയിലും മികച്ച പ്രോജക്റ്റുകളാണ് മോഹൻലാലിൻ്റെ ഒരുങ്ങുന്നത്. തുടരുമിന് ശേഷം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന അതിമനോഹരമാണ് അതിലൊന്ന്. മോഹൻലാൽ ഏറെ നാളുകൾക്ക് ശേഷം പോലീസ് വേഷത്തിലെത്തുന്ന ചിത്രത്തെ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടാണ് നോക്കുന്നത്. ചിദംബരം, ദിലീഷ് പോത്തൻ എന്നിവർ സംവിധായകരാകുന്ന ചിത്രങ്ങളും വൈകാതെ വർക്ക് തുടങ്ങും എന്നാണ് റിപ്പോർട്ടുകൾ.